ഇതിപ്പോൾ നമ്മൾ ഉണ്ടോ കുറേ സ്ഥലങ്ങളൊക്കെയാണ് ഇത്. ഈ വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞ ആഴ്ച എടുത്തു മാറിയ ഇതാണ് കംപ്ലീറ്റ്. പിന്നെ ഇത് എന്നാലും ഇതിൽ നിറച്ച് പൂവുണ്ട്. കണ്ടോ ഇന്നൊക്കെ നല്ല ചൂടല്ലായിരുന്നോ? പൂവ് കാവലിപ്പം കായുടെ കളറ് പിന്നെ ഫുൾ ടൈം ഇത് എല്ലാ ചെടികളും ഇങ്ങനെ തന്നെയായിരുന്നു നിൽക്കുന്നത്. നല്ല വള്ളി നീളം. ഇത് കഴിഞ്ഞ വർഷത്തെ വള്ളിയാണേലും ഇത് ഈ കിടക്കുന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ വള്ളിയാണ്. അതെല്ലാം ഇത് ഇപ്പോഴും അതിനകത്തൊക്കെ ചെറിയ ഓരോ കായൊക്കെ അതിൽ ഓരോന്നൊക്കെ കിടപ്പുണ്ട്. ഒക്കെ മുൻ വർഷത്തെ കായ. ഈ ചെടി ശരിക്കും ഒരു സാട് പറഞ്ഞ പോലെ തന്നെ ചൂടിന്റെ പ്രതിരോധിക്കുന്നതും മറ്റ് രോഗപ്രതിരോധ ശേഷിക്ക് അഴുകല്, തട്ടമറിച്ചിൽ, ഫിസേറിയം, തണ്ടുതുരപ്പൻ അങ്ങനെയുള്ള എല്ലാവിധ ഇതിലും നല്ല പ്രതിരോധം. കാറ്റടിച്ചാലും ഒടിഞ്ഞു പോകുന്നില്ല. ഒരു തട്ട പോലും ഇതിന്റെ ഒടിഞ്ഞു. അല്ല ഈ വേനക്ക് ചൂട് കൂടുമ്പോ തട്ട ഒടിച്ചില്ല. അത് തന്നെ ഇത് നമുക്ക് അങ്ങനെയൊന്നും പിടിച്ച് ഇത്ര ഫ്ലെക്സിബിൾ ഒന്നും അല്ല ചിമ്പ മറ്റു ചെടികളൊക്കെ. പിന്നെ ഇത് നല്ല ഹൈറ്റും വെക്കുന്നുണ്ട്. ഇപ്പൊ ഈ കൊടക് സുഹാസിനി വെറൈറ്റിയാണ്. മാർച്ച് മാസമാണ്, നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ ഒരു ട്രൗട്ട് ടാളറന്റ് വെറൈറ്റീസ് തന്നെ നമുക്ക് ഇത് പറയാൻ പറ്റും. അപ്പൊ ഇതിന്റെ ശരമൊക്കെ നോക്കിയാൽ നല്ല ഹാർഡാണ്, നാറുകെട്ടി കൂടുതലാണ്. ഇത്രയും ചൂടുണ്ടായിട്ടും നോക്കുമ്പോൾ നല്ല പൂവാണ്. അതുപോലെ തന്നെ തണ്ട് നോക്കിയാൽ തണ്ടില് നാറുകെട്ടി കൂടുതലാണ്, തട്ട ഒടിച്ചൽ കുറവാണ്, ഫിസേറിയ ഇല്ല, കീടങ്ങളുടെ ആക്രമണം കുറവാണ്, അഴുകലില്ല, അലുകള്, അതുപോലെ തന്നെ നിമാവിര, വേരുപുളു അങ്ങനത്തെ ശല്യങ്ങളൊന്നുമില്ല. അപ്പൊ ഈവൻ ജൈവ കൃഷിക്ക് ഈ ഒരു വെറൈറ്റി സൂട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറയുന്ന ചൂട് കൂടുതലുള്ള സ്ഥലത്ത് ഈ ഒരു വെറൈറ്റി നമുക്ക് നല്ലപോലെ ചെയ്യാൻ സാധിക്കും. ടാളറന്റ് വെറൈറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന മരുന്ന് ഇപ്പോൾ ഒരു മരുന്നടി അടിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ശരം കുത്തി പോകത്തില്ല. അതുപോലെ തന്നെ ശൊരിയോ അങ്ങനത്തെ ഇതും കുറവാണ്. ആവറേജ് മെയിൻ്റനൻസ് ചെയ്താൽ മതി. ഒരു തണ്ടുതറപ്പാണോ ഒന്നും ഇല്ല. അതാണ് ഈ വെറൈറ്റിക്കുള്ള പ്രത്യേകത. വേര് നല്ലപോലെ ഉണ്ടാകും. നാറുകെട്ടി ഉള്ളതുകൊണ്ട് ഈ കാറ്റടിച്ചാലും ഒടിഞ്ഞു പോകത്തില്ല. ഈ ഒരു തട്ട ഇപ്പോൾ നമ്മൾ ഇത് ഈ കൊടക് സുഹാസിനി വിൽക്കാനുള്ള അല്ലെങ്കിൽ ഇതിനുള്ള കൂടുതൽ കാര്യങ്ങൾ KVK ആണ്, കൃഷി വിജ്ഞാൻ കേന്ദ്രക്കാണ് ലൈസൻസ് കൊടുത്തേക്കുന്നത്. IAS ആണ്. അപ്പൊ നമ്മൾ ആൾറെഡി ലൈസൻസ് ഹോൾഡർ ആണ്. ആവശ്യക്കാർ ഈ തട്ടയ്ക്ക് KVK ആയിട്ട് അല്ല എന്നെ ബന്ധപ്പെട്ടാലും അത് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കർഷകരുണ്ട്, അതായത് ട്രെയിൻഡ് കർഷകരുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് കളക്ട് ചെയ്ത് കർഷകർക്ക് എത്തിക്കും.